ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമുൽ ബട്ടർ എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനകത്ത് അതും മിക്സിയിൽ നെയ്യ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം ഉള്ള അല്ലെങ്കിൽ 1/2 ബൗളോളം ഉള്ള നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള നെയ്യ് അല്പം കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കിയിട്ട് വേണം, ഇതുപോലെ നല്ല വെള്ളം പോലെ ഇരിക്കുന്ന പരുവത്തിന് വേണം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ജാറാകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുക്കിയിട്ടുള്ള നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/2 കപ്പോളം ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ 5 ഐസ് ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് 4 എണ്ണ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് 5ാമത്തെ ഐസ് ക്യൂബ് യൂസ് ചെയ്യാം. അപ്പോൾ 4 എണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇതൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 നുള്ളോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബട്ടറിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു 2-3 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതല്ല ഇനി ബട്ടറിന് ഉപ്പ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, ഉപ്പ് ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 1 മിനിറ്റോളം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ലോ സ്പീഡിൽ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ അമുൽ ബട്ടറിൻ്റെ ഒക്കെ അതേ ടേസ്റ്റുള്ള നമ്മുടെ ബട്ടർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2-3 ഐസ് ക്യൂബ്സ് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് 5ാമത്തെ ഐസ് ക്യൂബ് ഉപയോഗിക്കേണ്ട വന്നില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് അടിയാതെ കിടക്കുന്ന കുഞ്ഞ് ഐസ് ക്യൂബ്സും എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അടിച്ചെടുക്കേണ്ട, കുറച്ചൊരു ഒരു വാട്ടറി പോലെയാണ്, വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ മുന്നേ തന്നെ അതൊന്ന് മിക്സി ഓഫ് ചെയ്ത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് 1 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പറോ പാഷ്മെൻറ്റ് പേപ്പറോ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പം ഈ ബട്ടർ പേപ്പറൊന്നും വെക്കാതെ എങ്ങനെയാണ് ഒരു സാധാരണ പാത്രത്തിൽ വെക്കണേ എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിനകത്ത് അടച്ചുറപ്പിലുള്ളതിൽ വെക്കാം. ഞാനിപ്പോൾ പക്ഷേ ഇതിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു തുറന്നൊരു പാത്രത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ബട്ടറൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിന് വേണ്ടുന്നത് എന്ന് പറയുന്നത് ഐസ് ക്യൂബും അതുപോലെ നെയ്യും മാത്രം മതി. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. മഞ്ഞപ്പൊടി ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ജസ്റ്റ് ഒരു കളർ കിട്ടാനും. ഉപ്പ് വേണമെന്ന് നിർബന്ധമില്ല, ഉപ്പ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ വെറും 2 ചേരുവക മാത്രം മതി നമുക്ക് ഈ ഒരു ബട്ടർ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടകളിലോ അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ ഒത്തിരി പൈസ കൊടുത്തിട്ട് ഈ ബട്ടർ മേടിക്കുന്നത്. പിന്നെ നിങ്ങൾ ആവശ്യാനുസരണം മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി അങ്ങ് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിനി ഇത് നല്ലൊരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ തരി പോലെ കാണുന്നത് നോക്കണ്ട, നമ്മളിതൊന്ന് സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് അമർത്തി അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമുക്ക് ശരിക്കും നമ്മുടെ ബട്ടർ എങ്ങനെയാണ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ നല്ല ഭംഗിയുള്ള ഒരു നമ്മൾ ബട്ടറിൻ്റെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാത്രത്തിൽ തന്നെ നമ്മളിതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും നമുക്കൊരു അതും ഒറിജിനൽ ബട്ടർ പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ആ പാത്രത്തിലും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നെയ്യ് വെച്ചിട്ടുണ്ടാക്കിയതാണെന്നേ പറയത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഞാനപ്പോൾ അങ്ങനെ 5 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ടോസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം ഇത് ടോസ്റ്റിൽ എങ്ങനെയാണ് ഞാനിതൊന്ന് തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം നെയ്യൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നെയ്യും ഇച്ചിരി ഐസ് ക്യൂബ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അമുൽ ബട്ടറിൻ്റെ ടേസ്റ്റുള്ള ബട്ടർ റെഡിയാണ്. പിന്നെ അതുമല്ല നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം നെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ അതും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാത്രം എടുക്കുക, പാത്രത്തിനകത്ത് ഈ പറഞ്ഞ പോലെ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, ഒരു ഐസ് ക്യൂബ് ഇടുക, എന്നിട്ട് നമുക്കൊരു സ്പൂണോ വിസ്കറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുത്തെന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലുണ്ട്, പുതിയ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ചാനലാണ്. നിങ്ങളെല്ലാവർക്കും ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് വേണ്ടുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളും ട്രിക്കുകളായിട്ടുള്ള ചാനലാണ്. ചാനലിൻ്റെ പേര് മംസ് ഡെയിലി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.